അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവേ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഒരുപാട് അപേക്ഷകൾ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാ. അവരുടെ ബന്ധുവല്ല, അവരുടെ കൂടപ്പിറപ്പല്ല. പടച്ചവനെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി അല്ലാഹുവേ, ഒരു ചെറിയ സദഖ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ. കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം ഖുർആനാ പറയുന്നത്, ഹദീസുകളല്ല പറയുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? പടച്ചവനെ, റൂഹ് പിടിക്കുന്ന സമയത്ത് എങ്ങനാ റൂഹ് പിടിക്കുന്നതെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, മതാ നമ്മൾ കോഴി അറുക്കാറുണ്ട്, ആടിനെ അറുക്കാറുണ്ട്, പോത്തിനെ അറുക്കാറുണ്ട്. എല്ലാ വസ്തുക്കളും, എല്ലാ ജീവജാലങ്ങളും മനുഷ്യനൊടിച്ചിട്ട് ബാക്കി എല്ലാ ജീവജാലങ്ങളും മരിക്കുന്ന സമയത്ത് കയ്യും കാലും തലയും എടുത്ത് അടിച്ചിട്ടാണ് മരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ മരിക്കുമ്പോ കൈകാലുകളിട്ട് അടിക്കാറില്ല. ഈ മനുഷ്യൻ മരിക്കുകയാണെന്ന് കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നവന് പോലും അറിയാത്ത രീതിയിൽ മരിക്കുന്നവരുണ്ടല്ലോ. കൈകാലുകളെടുത്ത് അടിക്കാത്തത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, റൂഹ് പിടിക്കാൻ വരുന്നത് അസ്റായീൽ മാത്രമല്ല, എന്റെ പ്രിയമുള്ളവരെ, 500 മലക്കുകളാണ് റൂഹ് പിടിക്കാൻ വരുന്നത്. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ 500 മലക്കുകളാ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലതു ഭാഗത്ത് 280 മലക്കുകള്, ഇടതു ഭാഗത്ത് 280 മലക്കുകള്. അസ്റായീൽ തലയുടെ ഭാഗത്ത് കൈകാലിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. നീ എത്ര അടിക്കണമെന്ന് വിചാരിച്ചാലും നിന്റെ കയ്യും കാലും പൊക്കി അടിക്കാൻ കഴിയില്ല. 500 മലക്കുകൾ നിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാ. അല്ലാഹുവേ, ഉളുഹി അറുക്കുന്ന സമയത്ത് പോത്തിന്റെ കാലും കയ്യും കെട്ടിയിട്ടിട്ട്, റബ്ബേ, ആ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് പോലും അത് കൈകാലുകളിട്ട് അടിക്കുമെങ്കിൽ, തലയിട്ടടിക്കുമെങ്കിൽ, മനുഷ്യ, 500 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിക്കണമെങ്കിൽ ആ മരണത്തിന്റെ വേദനയൊന്ന് സങ്കൽപ്പിക്കുവാപ്പാ. റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. അസ്റായീൽ തലയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി പൈസ ചോദിച്ചിട്ട്, സമ്പത്ത് അല്ലാഹു തന്നിട്ട് വീടിനകത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ട് കൊടുക്കാത്തവര് ഇങ്ങനെ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ കിടന്ന് കരയുകയാണ്. നീ ചോദിക്കുന്നു, അസ്റായീലേ, എനിക്കൊരു സെക്കൻഡ് തരുമോ അസ്റായീൽ? എനിക്കൊരു നിമിഷം തരുമോ അസ്റായീൽ? അസ്റായീൽ തലയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കും, എന്തിനാടാ കടന്ന് തെണ്ടുന്നത്? നിസ്കരിക്കാനാണോ? നോമ്പ് പിടിച്ച് നിസ്കരിക്കാനാണോ? ദിക്റുകൾ പറയാനാണോ? മാതാപിതാക്കളെ കാണാനാണോ? ഭാര്യയോട് പൊരുത്തം ചോദിക്കാനാണോ? എന്തിനാടാ ഇങ്ങനെ കിടന്ന് യാചിക്കുന്നത്? ആ സമയത്ത് പറയുന്നു, അസ്റായീൽ, എന്റെ വാപ്പ വെറും കൈയോടെ പോയി, എന്റെ ഉമ്മയും വെറും കൈയോടെ പോയി, ഞാൻ കണ്ട ജനാസകൾ മുഴുവനും വെറും കൈയോടെയാണ് പോയത്. പക്ഷേ ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ, ഞാൻ എന്നിട്ടും പഠിച്ചില്ല അസ്റായീൽ. കൊട്ടാരം പോലെയുള്ള വീട് വിട്ടിട്ട് 6 അടി മണ്ണിനകത്ത് എത്രയോ പേരുടെ മയ്യത്ത് വെച്ചിട്ട് ഞാൻ എന്റെ കൈ കൊണ്ട് മണ്ണ് വാരിയിട്ട അസ്റായീൽ. എന്നിട്ട് ഞാൻ ചിന്തിച്ചില്ല ഞാനും ഒരു ദിവസം ഇതുപോലെ പോകേണ്ടവനാണെന്ന്. എത്രയോ പേര് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയിട്ട്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി എന്റെ മുന്നിൽ എത്രയോ പേര് ചോദിച്ചു അസ്റായീൽ. അന്നൊന്നും ഞാൻ കൊടുത്തില്ല അസ്റായീൽ. അതുകൊണ്ട് അസ്റായീലേ, ലക്ഷങ്ങളൊന്നും കൊടുക്കണ്ട, 1 മിനിറ്റ് എനിക്ക് തരുമോ? 1 രൂപയെങ്കിലും ഞാൻ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കട്ടെ അസ്റായീൽ. അസ്റായീൽ ചോദിക്കുകയാ, 30, 40, 50, 60 കൊല്ലവല്ല നിനക്ക് തന്നല്ല, നിനക്ക് തന്നില്ലായിരുന്നോ? അന്നൊന്നും നിനക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നല്ലോ. എടാ, നിനക്ക് അവസരമില്ലടാ, നിനക്ക് അവസരമില്ലടാ. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ.
വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അനുഭവിക്കടാ അനുഭവിക്കടാ എടാ അനുഭവിക്കടാ എന്ന് അസ്റായിൽ നിന്റെ മുന്നിൽ കിടന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി റബ്ബേ 1 ഗ്രാമിന്റെ സ്വർണത്തിന്റെ പൈസയെങ്കിലും കൊടുത്താ അല്ലാഹ് നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, റൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. നീ കിടന്ന് കരയുമ്പോ അസ്റായിൽ ചോദിക്കുകയാ, എന്തിനാടാ കരയുന്നത്? നിനക്ക് സഹിക്കുന്നില്ലേ? നിനക്ക് സഹിക്കുന്നില്ലേ? നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലേ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? പടച്ചവരെ, മരണവേദന സഹിക്കാൻ കഴിയാതെ നീ കിടന്ന് കരയുന്ന സമയത്ത് അസ്റായിൽ നിന്നോട് ചോദിക്കുന്നു, എന്തിനാടാ കരയുന്നത്? എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാടാ വിഷമിക്കുന്നത്? നിന്നെ കൊണ്ട് മരണവേദന സഹിക്കാൻ കഴിയുന്നില്ലേ? എങ്കിലും നോക്കടാ നോക്കടാ, വഅബ്സിറൂ ബിൽ ജന്നാ. ഇതാണടാ പടച്ചവന്റെ സ്വർഗം. നീ കൊടുത്ത സദഖയുടെ പ്രതിഫലം ഈ സ്വർഗമാണ്. ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കുമ്പോര് മരണവേദന നിനക്കറിയില്ല, മരണവേദന നിനക്കറിയില്ല. ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമല്ലേ ജീവിക്കുന്നത്? സ്വർഗത്തിൽ പോകാറല്ലേ? പെങ്ങളെ, മരിക്കുന്ന സമയത്ത് അസ്റായിൽ ഇങ്ങനെ സ്വർഗം കാണിച്ചു തരുമ്പോ ആ സ്വർഗത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എണ്ണക്കകത്ത് നിന്ന് നൂല് വലിച്ചെടുക്കുന്നത് പോലെ അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കുകയോ. മരണവേദന നീ അറിയുന്നില്ല. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ചെറുവട്ടൂർ പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് നാളെ ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ചുകൂടി ആയിരക്കണക്കിന് ആൾക്കാർ പടച്ചവരെ ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടിവെച്ച് വരുന്നവൻ, ഇടഞ്ഞു വരുന്നവന്, നടന്നു വരുന്നവന്, കുഷ്ഠരോഗിയെ പോലെ വരുന്നവന്, കഴുതയുടെ രൂപത്തില് കിടന്നു വരുന്നവര്, 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറവകളെ പോലെ പറക്കുകയാണ്. ഒരു വിഭാഗം ഖബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് പറവകളെ പോലെ പറന്നുയരുകയാണ്. റബ്ബിന്റെ കോടതിയുടെ മുകളിലൂടെ പറവകളെ പോലെ പറക്കുകയോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത തലയുടെ മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടെ പറപ്പും കൂട്ടുകാരും കൂടെ നടന്നവരും കൂടെ കിടന്നവരും കയ്യും കാലും കണ്ണും തലച്ചോറും ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും എതിരാകുന്ന പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പച്ചപ്പറവുകളെ പോലെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ വിഭാഗം ആരെന്നറിയുവോ? അവര് പറക്കുകയാ, അവര് പറക്കുകയാ. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മുകളിലേക്ക് അവര് പറന്ന് സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഖാസിനുൽ ജന്ന, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന മലക്കുണ്ടല്ലോ. ആ മലക്ക് ചോദിക്കുകയാണ്, നിങ്ങളാരാ, നിങ്ങളാരാ? പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു വരുന്ന നിങ്ങളാരാണ്? ഹൽ റഅയ്തു ഹിസാബ്, ഹൽ റഅയ്തു സിറാത്ത്.
ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു. നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത്? നിങ്ങളെ നിന്റെ മക്കളുണ്ടാകില്ല, നിന്റെ വാപ്പയുണ്ടാകില്ല, നിന്റെ ഭർത്താവ് ഉണ്ടാകില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസം പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു പോകുന്ന വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ നാളെ പടച്ചവന്റെ പരലോകത്തിലെ ഭാഗ്യവാരാട് പറവകളെ പോലെ പറക്കണ്ട വാപ്പാ. കോടികൾ സമ്പാദിച്ചു വെച്ചിട്ട് നിനക്കെന്ത് കിട്ടാരോ? എന്റെ പ്രിയമുള്ളവരെ, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിനക്കറിയാമല്ലോ, നിനക്കറിയാമല്ലോ നിന്റെ മക്കളെ നീ വളർത്തിയത് എങ്ങനെയാണ്. ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിട്ടതിന്റെ വേദന നിനക്കറിയുമല്ലോ, അതിന്റെ പ്രയാസം നിനക്കറിയുമല്ലോ. രണ്ട്, പരലോകത്ത് കൂടെ പറന്ന് പടച്ചവന്റെ സ്വർഗത്തിലെത്തുകയാ. മൂന്ന്, പെങ്ങളെ വലക്കാ നളറതം വസുറൂറാ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, പടച്ചവന്റെ സ്വർഗത്തിലൊരു വിഭാഗമുണ്ട്. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹനെ കാണുന്നവരോ. അവര് രാവിലെയും വൈകിട്ടും അല്ലാഹനെ കാണുന്നവരോ. രാവിലെയും വൈകിട്ടും അല്ലാഹനെ കാണുന്നവരോ. പ്രബോധത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലാഹുവിനെ കാണുന്ന ഒരു വിഭാഗമുണ്ട്. യൗമഇദിൻ നാദിറാ ഇലാ റബ്ബിഹാ നാദിറാ. കാണണ്ടേ പെങ്ങളെ, അല്ലാഹനെ കാണണ്ടേ മോളെ, അല്ലാഹനെ നിന്റെ കണ്ണുകൊണ്ട് കാണണ്ടേ പെങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, നിർത്തുകയാ. ഒരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കുകയാ. പെങ്ങളെ, ഒരു പെണ്ണിന്റെ വേദന നിനക്കറിയാ? ഒരു പെണ്ണിന്റെ വേദന എന്താണെന്ന് നിനക്കറിയാ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, കൊടുക്കുമോള്. സ്വർഗം വേണ്ടേ പെങ്ങളെ? സ്വർഗം വേണ്ടേ പെങ്ങളെ? നിന്റെ ഉമ്മ എന്തുകൊണ്ട് പോയി പൊന്നുമോള്? നിന്റെ വാപ്പ എന്തുകൊണ്ട് പോയി പൊന്നുമോള്? ആര് പോയാലും ഒന്നും കൊണ്ടുപോകില്ല. പക്ഷേ നീ വെറും കൈയോടെ പോകല്ലേ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ഉയർത്തുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകണ്ടേ പൊന്നു പെങ്ങള്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് എന്റെ പ്രിയമുള്ളവരെ സ്വർഗമാ വലുത്, സ്വർഗമാ വലുത്. പണമല്ല വലുത്, പണമല്ല വലുത്. റബ്ബിന്റെ സ്വർഗമാ വലുത്, സ്വർഗമാ വലുത്. കോടികൾ കൊടുത്താ കിട്ടൂല വാപ്പാ. കോടികൾ കൊടുക്കാമെന്ന് പറഞ്ഞാ കിട്ടൂല പെങ്ങള്. എന്റെ പെങ്ങളെ, സ്വർണ്ണമിടാത്തവര് പെണ്ണ് പോലുമില്ല, സ്വർണ്ണമിടാത്തവര് പെണ്ണ് പോലുമില്ല. എന്റെ പൊന്നുമോളെ, എന്റെ ഉമ്മ, ഇനി നീ സ്വർണ്ണമിട്ടിട്ട് നിനക്കെന്ത് കിട്ടാരാ? എപ്പോഴാണ് മരണം വരുന്നതെന്ന് കാത്തിരിക്കുന്ന നിനക്കെന്തിനാ സ്വർഗം? നിനക്ക് സ്വർഗം കാണണ്ട് പെങ്ങളെ. 50 വർഷത്തെ പാപം പുറത്തു തരുന്ന ചെറിയ സൂറത്തോതിയിട്ട് റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്ത് പിരിയുകയാ പൊന്നുമോളെ. കൊടുത്തുകൂടെ പെങ്ങളെ, കൊടുത്തുകൂടെ പെങ്ങളെ? ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നിന്നെ കാരണം ഒരു ജീവിതമുണ്ടാകട്ടെ. എന്റെ പ്രിയമുള്ളവരോടൊരു ചെറിയ സദക്ക ചോദിക്കുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, കരുണയുള്ള അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മാലിക്കായ അല്ലാഹ്, മുലൂകായ അല്ലാഹ്, രക്ഷാധികാരിയായ
അല്ലാ, സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന അല്ലാ, കാരുണ്യവാനായ അല്ലാ, ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാരെ. അല്ലാഹുവേ, ഇരിക്കുന്ന ആയിരക്കണക്കിന് അടിമകളിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ അവകാശികളെ നീ തെരഞ്ഞെടുക്കണേ അല്ലാ. കൊടുക്കാനുള്ള മനസ്സ് ഇവരിൽ നീ നൽകണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ, മക്കയിൽ നിന്ന് അള്ളാന്റെ റസൂലും അനുചരന്മാരും ഹിജറ പോകുമ്പോ, അള്ളാന്റെ റസൂലിന്റെ കാല് ചവിട്ടിയിരുന്ന സ്ഥലത്തിലെ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ട് അള്ളാന്റെ റസൂലിനില്ലായിരുന്നു. അല്ലാഹുവേ, ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, പണത്തിന് റസൂലുള്ള വല്ലാതെ പേടിച്ചിരുന്നു. റബീഉൽ അവ്വൽ 11 അള്ളാന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം ഉച്ച വൈകുന്നേര സമയമായപ്പോ രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ കിടന്ന റസൂലുള്ള പെട്ടെന്ന് വിളിക്കുന്നു, ആയിഷ, ആയിഷ ഒന്നടുത്തേക്ക് വരുവോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ പോകുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നു ആയിഷ, ഇന്ന സ്ഥലത്ത് 6 ദിർഹം ഇരിക്കുന്നു, എടുത്തുകൊണ്ട് വാ ആയിഷ. 6 ദിർഹം അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോ പ്രവാചകൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടില്ലേ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, കയ്യിലിരുന്ന 6 ദിർഹം പോലും അവസാനം സദഖ കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ആർക്കാണ് പണം വേണ്ടത്? ആരും കൊണ്ടുപോകില്ലല്ലോ, ആരും കൊണ്ടുപോകില്ലല്ലോ. നിന്റെ വാപ്പയുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയല്ലോ, ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് കബറടക്കിയല്ലോ. എത്രയോ പേരുടെ മയ്യത്തുകൾ കബറടക്കിയവരാണ് ഞാനും നിങ്ങളും. ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 നയാ പൈസ കൊണ്ടുപോയിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യനും കൊണ്ടുപോയിട്ടില്ല. എല്ലാം പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്തു, പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു, യതീമീങ്ങൾക്ക് വേണ്ടി കൊടുത്തു, രോഗികൾക്ക് വേണ്ടി കൊടുത്തു. എല്ലാ സദഖ ചെയ്തിട്ട് പോയില്ലേ? മഹാനായ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, പണത്തിന് സ്നേഹിക്കുന്ന എന്റെ പ്രിയമുള്ളവരോട്, പണക്കാരനെ മാത്രം സ്നേഹിക്കുന്ന സഹോദരങ്ങളോട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് ലോകത്തിന്റെ നേതാവിരുന്ന് കരയാൻ തുടങ്ങി. ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ട്, എന്റെ പ്രിയമുള്ളവരെ, ഈ ചരിത്രം നിങ്ങൾ പലരും കേട്ടവരോ, പക്ഷേ ഈ സാഹചര്യത്തിൽ പറയാതിരിക്കുന്നത് നല്ലതല്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല കടന്നു വരികയാ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ റസൂലുള്ളാഹി ഇരുന്ന് കരയുകയാണ്. മിസ്അബ് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എന്തിനാ നബിയേ കരയുന്നത്? മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിസ്അബേ, നിന്റെ കോലം കണ്ടിട്ട് കരഞ്ഞതാ മിസ്അബേ. നിന്റെ പഴയ കാലം ഞാനൊന്ന് ചിന്തിച്ചു പോയി മിസ്അബേ. മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മിസ്അബ്. സ്വർണത്തിന്റെ വസ്ത്രവാധരിക്കുന്നത്, സ്വർണത്തിന്റെ വസ്ത്രവാധരിക്കുന്നത് മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കുതിരയുടെ മുകളിൽ മക്കയിലൂടെ പോകുന്നത് കാണാ. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മിസ്അബ് റളിയല്ലാഹു തആല അല്ലാഹുവേ മുസ്ലിമാവുകയാണ്. ഉമ്മാനെ വല്ലാത്ത പേടിയാണ്, ഉമ്മയെ വല്ലാത്ത പേടിയാണ്. മിസ്അബ് മുസ്ലിമായെന്ന് ഉമ്മയറിയുമ്പോ വീടിനകത്ത് പട്ടിണി കിട്ടിട്ട് ഉപദ്രവിക്കുകയാണ്. വീടിനകത്ത് കെട്ടിയിട്ടിട്ട് തന്റെ പൊന്നുമോന് ഭക്ഷണം കൊടുക്കാതെ ഉപദ്രവിക്കുകയാണ്. അവസാനം എന്ത് പറഞ്ഞിട്ടും തന്റെ പൊന്നുമോൻ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് ഹിജറ പോകാൻ സഹാബത്തിനോട് പറയുമ്പോ മിസ്അബിനും പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ,
പ്രിയമുള്ളവരെ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവസാനം ഉമ്മയോട് പറയുന്നു, എനിക്ക് മദീനയിൽ പോകണം, എനിക്ക് ഹിജ്റ പോകണം എന്ന് പറഞ്ഞിട്ടും തന്റെ പൊന്നുമകൻ നന്നാകാതെ വരുമ്പോ വീടിനകത്തിട്ട് തല്ലി ചതയ്ക്കുകയാണ്. ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ച് കിടക്കുമ്പോ ഉമ്മ വീട്ടുകാരോട് പറയുന്നു, ഇവനെ വലിച്ചിടച്ചന്റെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയൂ. അതാ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വീടിന്റെ വെളിയിൽ തന്റെ വീട്ടിലെ ജോലിക്കാർ മുഴുവനും തല്ലിച്ചതച്ച് വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹയോട് അവസാനമായിട്ട് ഉമ്മ പറയുന്നു, മോനെ മിസ്അബ്, ഇവിടെ നിന്നിറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂലടാ. എന്റെ സമ്പത്തിൽ നിന്ന് ഒരു 5 നയാ പൈസ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബ്. അല്ലാഹുവേ, മിസ്അബ് റളിയല്ലാഹു തആല അൻഹയോട് ഉമ്മ പറയുന്നു, മിസ്അബ്, എന്റെ സമ്പത്ത് എത്ര വലുതാണെന്നറിയുവോ? ഈ മക്കയുടെ പകുതിയും എന്റെതാടോ, ഈ മക്കയുടെ പകുതിയും എന്റെ സമ്പത്താണ് മിസ്അബ്. ഇവിടെ നിറങ്ങിപ്പോയാൽ ഒരു 5 നയാ പൈസ പോലും നിനക്ക് ഞാൻ തരില്ലടോ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ ഉമ്മ പൈസ തരില്ലെന്ന് പറയുമ്പോ ഇട്ടിരിക്കുന്ന വസ്ത്രം ഊരിയിട്ട് ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയോ, ഇതും നിങ്ങളുടെ സമ്പത്താ ഉമ്മ, ഇതും നിങ്ങളുടെ സമ്പത്താ ഉമ്മ. ഇറങ്ങി പോകുമ്പോ ഉമ്മ പറയുന്നു, മോനെ മിസ്അബ്, നീ നശിച്ചു പോകട്ടടാ, നീ മുടിഞ്ഞു പോകട്ടടാ. നീ എന്നെ ഉമ്മായും നീ ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കല്ലേ. ഞാൻ മരിച്ചാ എന്നെ കാണാൻ പോലും നീ വരല്ല മിസ്അബേ. ഉമ്മ വീടിനകത്ത് നിന്ന് ആട്ടിയിറക്കുകയോ. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഇലാ ഹദറത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു വസ്ത്രം ധരിച്ചാട് സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചു നടന്ന ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്അബേ, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, മിസ്അബേ, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഒരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? ഒരു നല്ല വസ്ത്രം ധരിച്ചുകൂടെ? യാ റസൂലല്ലാഹ്, ഇങ്ങനെ നടക്കുന്നത് എന്തിനെന്നറിയുവോ നബിയേ? എനിക്ക് സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാനാ നബിയേ. മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാരാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ അടുക്കൽ നിൽക്കുമ്പോ ഒരു ജനാസയും ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് സഹാബത്ത് വരികയാണ്. ഒരു ജനാസ ചുമന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ആരുടെ ജനാസ എന്നറിയുവോ? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നത്? കഫം പൊതിയാത്തതെന്ത്? കഫം പൊതിയാത്തതെന്ത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ, കഫൻ തുണി തികയുന്നില്ല നബിയേ. തലമറക്കുമ്പോ കാല് വെളിവാവുകയോ, കാല് മറക്കുമ്പോ തല വെളിവാവുകയോ. കഫൻ തുണി പോലും പൊതിയാറില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, തലമറച്ചിട്ട് അതാ കഫൻ പൊതിയോ, 2 കാലും വെളിയിൽ കിടക്കുകയോ. റസൂലുള്ളാഹി പറയുന്നു, സഹാബാ, ആ പുല്ല് പറിച്ചുകൊണ്ട് വാ സഹാബാ. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ കാല് കഫം പൊതിയുകയോ. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് കബറിനകത്ത് ജനാസ ഇറക്കുമ്പോ മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മയ്യത്ത് കബറിനകത്തേക്ക് ഇറക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരുന്ന കെട്ടടിഞ്ഞിട്ട് പുല്ലടിഞ്ഞ് വീഴുകയോ. അല്ലാഹുവേ, മയ്യത്തും കയ്യിൽ പിടിച്ചിട്ട് കബറിനകത്തിരുന്ന് സഹാബത്ത് കരയുകയാണ്. കബറിന്റെ മുകളിലിരുന്ന് റസൂലുള്ളാഹി കരയുകയോ. ചുറ്റുഭാഗത്ത് കൂടിയവര് മുഴുവനും കബറിന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബാ, മരിച്ചാൽ ഇതുപോലെ മരിക്കണം സഹാബാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് പണത്തിന് ഒരുപാട് മോഹിക്കല്ലേ, അത്
തന്നെ നരകത്തിൽ കൊണ്ടുപോകുന്ന വസ്തുവാട്, നരകത്തിലേക്ക് കടന്നു പോകുന്ന വസ്തുവാട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മരിച്ചാലെങ്ങനെ മരിക്കണമെന്നറിയുവോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടത് എങ്ങനെയെന്നറിയുവോ? വമിനന്നാസി മയ്യസിരീ നഫ്സഹു ബിതിഗാ മർളാതില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹുവേ, തന്റെ ജീവിതവും സമ്പത്തും ശരീരവുമെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തിട്ട് മരിക്കുന്ന സമയത്ത് സ്വർഗം പകരം വാങ്ങിയിട്ട് ആ സ്വർഗം കണ്ടിട്ട് മരിക്കണേ സഹാബാ. അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, അല്ലാഹു തരുന്ന മൂന്നാമത്തെ പരീക്ഷണം നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ട് പരീക്ഷിക്കുകയാ. നാലാമത്തെ പരീക്ഷണം എന്തെന്നറിയുവോ? നാലാമത്തെ പരീക്ഷണം എന്തെന്നറിയുവോ? നിന്റെ മക്കളുടെ മയ്യത്ത് നിന്നെ കൊണ്ട് കബറടപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സ്വന്തം മക്കളെ മരിപ്പിച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, അല്ലാഹുവേ, മക്കള് മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞതാരാ? മക്കള് മരിച്ചിട്ട് ഏറ്റവും കൂടുതൽ കരഞ്ഞതാരാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ 7 മക്കളുടെ മയ്യത്തല്ലേ കബറടക്കിയത്? 7 മക്കളുടെ മയ്യത്തല്ലേ കബറടക്കിയത്? എന്റെ പ്രിയമുള്ളവരെ, ബദറിന്റെ രണാകണത്തിൽ 313 സഹാബത്ത് ഒടിഞ്ഞ വാളുമായി വിശന്ന വയറുമായി ബദറിന്റെ രണാകണത്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് ജയിച്ചിട്ട് റസൂലുള്ള വീട്ടിലേക്ക് കേറി വരികയാ. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല പള്ളിക്കകത്തിരുന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് കേറി വരുമ്പോ ആയിഷ ബീബി പറയുന്നു, നബിയേ, ജന്നത്തുൽ ബഖീയിലേക്കൊന്ന് പോ നബിയേ. റുഖിയ മോളുടെ ജനാസ കബറടക്കാ കൊണ്ടുപോയിരിക്കുന്നു നബിയേ. ബദറിന്റെ രുണാങ്കണത്തിൽ നിന്ന് യുദ്ധം ജയിച്ച സന്തോഷത്തോട് വീട്ടിൽ കയറി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് റുഖിയ ബീവി മരണപ്പെട്ടിട്ട് മയ്യത്ത് കബറടക്കാൻ കൊണ്ടുപോയിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിൽ നിന്നിറങ്ങി ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു ചെല്ലുമ്പോ റുഖിയ ബീവിയുടെ മയ്യത്ത് കബറിൽ വെച്ചിട്ട് മണ്ണ് വെട്ടി വാരി ഇട്ടുകൊണ്ടിരിക്കുകയാ. മണ്ണിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് വരുന്നത് കണ്ടപ്പോൾ സഹാബാക്കൾ മുഴുവനും മാറി നിന്നു. ഉസ്മാന് തങ്ങൾ ചോദിച്ചു, നബിയേ, മോളുടെ മയ്യത്ത് കാണണോ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, പൊന്നുമോളുടെ ജനാസ കാണണോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന് തന്റെ പൊന്നുമോൾ അവസാനമായി ഒന്ന് കാണാൻ പോലും ഭാഗ്യം കിട്ടിയില്ല. 7 മക്കളുടെ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് റസൂലുള്ള മണ്ണ് വാരിയിട്ട് കബറടക്കി എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഒരാൾക്കൊരു തലവേദന വന്നാ സഹിക്കാൻ കഴിയോ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ലക്ഷദ്വീപില് വഅദിന് പോയപ്പോ വഅദ് സ്റ്റേജിൽ ഒരു ഉസ്താദ് ഉദ്ഘാടനത്തിന് വന്നു. ഒരു പ്രായമുള്ള ഉസ്താദാ. പടച്ചവനെ, ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ചോദിച്ചു, മക്കൾ എത്ര ഉണ്ട്? ആ ഉസ്താദ് പറയുന്നു, മോനെ, എനിക്ക് അല്ലാഹു 9 മക്കളെ തന്നു. 9 മരിച്ചുപോയി ഉസ്താദ്. 9 മക്കളെ പടച്ചവൻ കൊടുത്തു, 9 മരിച്ചുപോയി. അല്ലാഹുവേ, ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അല്ലാഹുവേ കരയുന്നില്ല. ആ പാവപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു, ഏത് പള്ളിയിലാ ജോലി ചെയ്യുന്നത്? എന്നോട് പറഞ്ഞു, എനിക്ക് ജോലിയില്ല. എന്റെ 9 മക്കളും മരിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഭ്രാന്ത് പിടിച്ചു ഉസ്താദ്. ഏത് ഉമ്മയ്ക്ക് സഹിക്കാൻ
കഴിയാ. ഏത് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച ഏതുമ്മയ്ക്കാ തന്റെ മക്കള് മരിച്ചാ താകാൻ കഴിയുന്നത്? അല്ലാഹുവേ, ആ പെങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോയി. റബ്ബേ, വീടിനകത്തടച്ചിട്ടിട്ട് വന്നതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പരീക്ഷണം മക്കളെ മരിപ്പിക്കുകയാ. 5ാമത്തെ പരീക്ഷണം എന്തെന്നറിയോ? മാരക രോഗം തരുന്നത് റബ്ബിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ചെറുപ്പക്കാരാ, ക്യാൻസർ വരുന്നത്, ട്യൂമർ വരുന്നത്, കിഡ്നി തകർന്നിട്ട് ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം വരുന്നത് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല പെങ്ങള്. അല്ലാഹു നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. നിനക്കതിന് പകരം സ്വർഗം തരാനാ പൊന്നുമോളെ. നീ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ, പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ. ക്യാൻസർ രോഗം വരുന്ന പെണ്ണ്, റസൂലുള്ളാഹി പറയുന്നുണ്ട്, 7 പേർക്ക് ഷഹീദിന്റെ കൂലിയാ. 7 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാ. പെങ്ങളെ, വയറിനകത്ത് രോഗം വന്നിട്ട്, ക്യാൻസർ പോലെയുള്ള രോഗം വന്നിട്ട് മരിക്കുന്ന പെണ്ണ്, പൊന്നുമോളെ, ഷഹീദിന്റെ കൂലിയാ പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 1ാമത്തെ താക്കീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 1ാമത്തെ താക്കീത്, നീ ഈമാനിനെ ഉറപ്പിക്കണേ, നിന്റെ വിശ്വാസം ഉറപ്പിക്കണേ. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ. അയൽവാസി കൂടോത്രം ചെയ്തുകൊണ്ടതല്ല, മുട്ട കുടിച്ചിട്ടതിന്റെ പേരിലല്ല, നിന്റെ വീടിന്റെ പുറകിൽ ഒരു ചെറിയ ഉറുക്ക് കൊണ്ടുവന്ന് കുടിച്ചിട്ടതിന്റെ പേരിലല്ല. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ. വൽകദിരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് നീ വിശ്വസിച്ചാലേ നിന്റെ ഈമാൻ ശരിയാകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെ വരുമ്പോ പറയും, എന്റെ അയൽവാസി ഞാൻ നശിക്കാൻ മുട്ടയിൽ മന്ത്രവാദം ചെയ്ത് വെച്ചിരിക്കുക. ഏതെങ്കിലും ഉസ്താദിന്റെ അടുക്ക പോയിട്ട് ഇതിന് പ്രതിവിധി ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ചു ചെയ്യണം, വെറ്റേ നോക്കണം. ഇതൊക്കെ നടക്ക. പെണ്ണെ വെറുതെ ഓടി നടക്കണ്ട. അള്ളാന്റെ തീരുമാനമാ. ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്ക് കിട്ടും, ചെയ്തിട്ടുണ്ടെങ്കിൽ അവക്കുള്ളത് അവക്ക്, നിനക്കുള്ളത് നിനക്ക്. അള്ളാഹുവിൽ വിശ്വസിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപ്പോ നിർത്താറായോ? സംഘാടകർ ഇങ്ങനെ എന്നെ നോക്കുക, ഉസ്താദ് ബക്കറ്റ് എടുക്കാൻ പറയുന്നില്ലല്ലോ, ആൾക്കാർ പോയി തുടങ്ങിയല്ലോ. എന്റെ പൊന്ന് കബീറ, പോകുന്നത് പോകട്ടെ, ഓൻ ഇവിടെ ഇരുന്നാലും 50 പൈസ പോലും തരില്ല. ഞാൻ അവസാനമേ ബക്കറ്റ് എടുക്കാൻ പറയൂ. കാരണം അള്ളാഹു ഉദ്ദേശിച്ചവരല്ലേ കൊടുക്കുക. ഈ പോണ ചങ്ങാതി ഇവിടെ ഇരുന്ന് 5 രൂപ ഇടൂല്ല. അവൻ പോവുക പോകാതിരിക്കാതെ നമ്മളെ അറിയേണ്ട കാര്യമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 12 താക്കീതുകളിൽ 1 കഴിഞ്ഞു, 2 ഒരെണ്ണം കൂടെ പറഞ്ഞു ദുആ ചെയ്യാം. 1 താക്കീതും കൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരിക്കൂലേ അവസാനം വരെ? ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ആ നിക്കണ ചങ്ങാതിമാര് സ്വർഗത്തിൽ വന്നിട്ട് നിക്കല്ലേ വാപ്പ, സ്വർഗം സൂഹിക്കാനുള്ള സ്ഥലവാ. സംഘാടകര് കസേരെടുത്ത് അവിടെ കൊണ്ടുപോകും. അവരവിടെ ഇരിക്കും. സ്വർഗത്തിൽ ആരും നിക്കരുത്. സ്വർഗം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാനുള്ള സ്ഥലം. അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. 2 ഖുർആൻ പറഞ്ഞ 2ാമത്തെ താക്കീത്. അല്ലാഹ് ചോദിക്ക, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. നിന്നെ ഞാൻ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന 2. ഒത്തിരി വെള്ളം മക്കാർക്കങ്ങനെ, മക്കാർക്കൊക്കെ എന്നെ കൊണ്ട് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയി 6ലൊക്കെ എന്താ നീന്തലെന്നറിയോ? ഞാൻ കണ്ടത്തിൽ നിൽക്കുക. ചെറുപ്പക്കാരൊക്കെ നല്ല രീതിയിലാണ് നീന്തുന്നത്. ഇത്തിരി ചൂടൊഴിയപ്പ നല്ല നീന്തല. അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ചാൽ
8 കിലോമീറ്റർ ഒക്കെ ഞാൻ നടന്നു വന്നിട്ടുണ്ട് എന്ന് പറയാം. അവിടെ നിന്ന് നടന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ നമുക്കൊക്കെ ഒരു 1/2 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞ ഇന്ന് പറ്റൂല. ശരി, എന്തായാലും അള്ളാഹു എന്താന്നറിയില്ല, സാധാരണ പ്രായമുള്ള ആൾക്കാരൊക്കെ പ്രായമുള്ളവരോടാ കൂട്ട്, മക്കാരൊക്കെ ചെറുപ്പക്കാരുടെ കൂടെ കൂട്ട്. എന്തായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മക്കാറൊക്കാന്ന് പേരെന്താപ്പാ? യഥാർത്ഥ പേരെന്താ? മുഹമ്മദ് മക്കാർ. അല്ല, ഇങ്ങനത്തെ പേരൊന്നും ഇപ്പൊ ആരും ഇടൂല, കോമഡി എല്ലാവർക്കും ഇല്ലേ പഴയ പേരുകൾ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത് ഖുർആൻ ചോദിക്കാം, സിറാജ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവനവന്റെ പേര് അവനും ചിന്തിച്ചാൽ മതി. അല്ലാഹ് ചോദിക്കാം, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നോ? അല്ലാഹ് പറഞ്ഞു, അല്ലടാ, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാനാണ്. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയൊന്നുമല്ല, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 5 നേരം നിസ്കാരമാണ് ഖുർആൻ പറഞ്ഞ രണ്ടാമത്തെ താക്കീത്. പക്ഷെ നമുക്ക് നിസ്കരിക്കാൻ മടിയാ. ഇന്നത്തെ ദിവസം 5 നേരം ജമാഅത്തായി നിസ്കരിച്ച ആണുങ്ങൾ കൈവക്കാൻ പറഞ്ഞ എത്ര പേര് പൊക്കും? എനിക്ക് നാണം കെടാൻ വയ്യ, പൊക്കണ്ട. ഞാൻ നാണം കെടുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് 5 നേരം നിസ്കരിച്ച എത്ര പേരുണ്ട്, എത്ര സഹോദരിമാരുണ്ടെന്ന് കളയാക്കാതെ നിസ്കരിച്ചത്. അല്ലാഹു അഅലം. നിസ്കരിക്കാനൊന്നും പറയല്ലേ ഉസ്താദ്, അത് ഇഷ്ടമല്ല. പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് മീൻ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുളിച്ചാലേ നിസ്കരിക്കാൻ പറ്റുമെന്ന്. അത് ഏത് മസലയാ? പെണ്ണ് അടുക്കളയിൽ ജോലി ചെയ്ത് കരിയായി കഴിഞ്ഞാൽ പിന്നെ കുളിക്കണം. ളുഹറും അസറും കൂടെ ജോയിന്റ് ചെയ്താ എല്ലാരും നിസ്കരിക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരം വല്ലാത്തതാ. അള്ളാഹു ചെയ്തതെന്ന് അനുഗ്രഹം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ തറക സലാത്ത സുബ്ഹി, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബ്ഹി നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിൽ നിന്ന് പിന്നെ അവനെ അള്ളാഹു നോക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി